അമ്മേ ഞാൻ ഇറങ്ങുവാണേ. മോളെ നിൻ്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളിന്ന് വരുന്നുണ്ടെന്ന്. ഇന്ന് വരുമോ? എത്ര ദിവസം നിൽക്കാനാണ് വരുന്നത്? രാജുവേട്ടൻ വരുന്നുണ്ടോ? ആ, ചിക്കൻ മേടിച്ചിട്ട് വരാട്ടെ ഞാൻ വരുമ്പോൾ. അവളവിടെ വിരുന്നിന് വരുന്നതല്ല, കുറച്ച് ദിവസമായിട്ട് അവളെന്നോട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോട് പിന്നെ പറയാഞ്ഞതാ. രാജുവിനെന്തോ ബിസിനസ് എന്തോ തുടങ്ങണമെന്ന്. അപ്പം എന്തൊക്കെയോ പൈസ വേണമെന്നാണ് പറയണേ. പൈസക്കോ? നമ്മളെവിടെ നിന്ന് എടുത്തു കൊടുക്കാനമ്മേ? ഞാൻ പറഞ്ഞു, പക്ഷെ അവൾ കിടന്ന് ദേഷ്യപ്പെടുക. കാര്യം അവളുടെ കല്യാണത്തിന് നമ്മളൊരു 12 പവൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാജുവിൻ്റെ വീട്ടുകാരടുത്ത്. പക്ഷെ കല്യാണത്തിൻ്റെ സമയമായപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇവിടെ നിന്നും കടവും മേടിച്ച്, പിന്നെ അച്ഛൻ്റെ എന്തൊക്കെയോ പൈസയൊക്കെ ഇരുന്ന് എല്ലാം കൂടെ കൂട്ടിപ്പെറുക്കി ഒരു 8 പവനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. 4 പവൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല. അച്ഛനുണ്ടാക്കിയ കടം തന്നെ നീയാ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അവൾ മനസ്സിലാക്കണില്ല. ബാക്കി സ്വർണം വേണമെന്നാണ് പറയണത് അവൾ. നമ്മുടെ അവസ്ഥയൊന്നും ചേച്ചിക്ക് അറിയില്ല അമ്മേ. നമ്മൾ ഈ 4 പവനൊക്കെ എങ്ങനെ കൊടുക്കാനാ? എനിക്കറിയില്ല പോളെ. അവിടെ കിടന്ന് വല്ലാണ്ട് ദേഷ്യപ്പെടുക. ഇങ്ങനെയൊന്നും എന്നോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. രാവിലെ തന്നെ ടെൻഷൻ അടിക്കാൻ ഒരു കാരണമായി. നീ ഇറങ്ങട്ടെ അമ്മേ, ബസ് പോവും. ഞാനൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ പോയിട്ട് മോളെ നല്ല കപ്പയും അയലക്കറി ഇരിപ്പുണ്ട്, ഞാൻ എടുക്കട്ടെ? അമ്മ ഞാനവിടെ തിന്നാനും കുടിക്കാനും വന്നൊന്നുമല്ല അമ്മ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എൻ്റെ മോളെ ഈ വീടിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ സംസാരിക്കണത്? എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അച്ഛൻ്റെ മരുന്നും ഈ വീടിൻ്റെ ചിലവും എല്ലാം കൂടെ ഒറ്റയ്ക്ക് അവൻ നിൻ്റെ അനിയത്തിയല്ലേ നോക്കുന്നത്. അവൾ കിടന്ന് ഒരു മാസം കിടന്ന് കഷ്ടപ്പെടുക. എങ്ങനെയാണ് തള്ളിക്കൊണ്ട് പോകണമെന്ന് അവൾക്കേ അറിയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിനക്ക് എങ്ങനെയടി ബാക്കി 4 പവൻ തരുന്നേ? നിങ്ങളുടെ പ്രാരാബ്ദമൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ മൂത്ത മകൾ മാത്രമല്ല പണ്ടത്തെ കൂട്ട്. ഇപ്പോൾ വേറൊരു വീട്ടിലെ മരുമകളാണ്, ഒരാളുടെ ഭാര്യയാണ്. നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാക്ക് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. അവരെന്നോടാണ് ചോദിക്കുന്നത്, ഞാനാണ് അവരോട് മറുപടി പറയേണ്ടത്. അമ്മ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്? എൻ്റെ മോളെ നിൻ്റെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ. തുടങ്ങി. എപ്പോഴും ഇല്ല ഇല്ല എന്ന് കേട്ട് ഞാൻ മടുത്തു. ചെറുപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങി ദാരിദ്ര്യം പറച്ചിൽ. ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാൽ, ആഗ്രഹത്തിൽ എന്തെങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞാൽ ഇല്ല, തന്നേ പൈസ ഇല്ല, അച്ഛൻ്റെ പൈസ ഇല്ല. വലുതായി കഴിഞ്ഞ് കോളേജിൽ പഠിക്കേണ്ട സമയത്ത് പല ആവശ്യങ്ങളുണ്ടായിരുന്നു, പലതും ഞാൻ വേണ്ടിയിട്ടില്ല. ലാപ്ടോപ്പ് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അറിയോ? ഞാൻ ഒരു ദിവസം വന്ന് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? അച്ഛൻ്റെ പൈസ ഇല്ല, ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നിയെന്ന്. ഇവരുടെയൊക്കെ ലാപ്ടോപ്പിൻ്റെ സഹായത്തിലാണ് ഞാൻ എൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്. കല്യാണത്തിൻ്റെ സമയത്തോ രാജീവേട്ടൻ്റെ വീട്ടുകാരുടെ അടുത്ത് 12 പവൻ തരാമെന്ന് വലിയ വീരവാദം കൊടുത്തു. എന്നിട്ട് 8 പവൻ തന്ന് വിട്ടു. അവിടെ പോയി നാണം കെട്ടത് ഞാനാ. എന്തുണ്ടെങ്കിലും ഒരു ദാരിദ്ര്യം പറച്ചിൽ. ഒരു സാധാരണ പെൺകുട്ടിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് പല ആഗ്രഹം ഉണ്ടാവും. ഇഷ്ടമുള്ള തുണി, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കിടന്ന് നരകിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് സത്യം പറഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കണത്. മക്കളിങ്ങനെ കഷ്ടപ്പെടുന്ന എന്തുകൊണ്ടെന്നറിയോ? ആയ കാലത്ത് തന്നെയും തള്ളി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമായിരുന്നു. അപ്പോൾ വായും പൊളിച്ച് നോക്കിയിരുന്നിട്ട് എന്ത് മക്കൾ ചോദിക്കുമ്പോഴും ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെപ്പോലുള്ള തന്തയും തള്ളയും ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ മക്കളാണ് കഷ്ടപ്പെടുന്നത്. ആ ചേച്ചി എപ്പോൾ വന്ന്? ഞാൻ ഇപ്പോൾ വന്നോളൂടി. എന്തു പറ്റി അമ്മ? അമ്മയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല മോളെ. എന്താ അമ്മേ, നിങ്ങളുടെ ഇളയ മോളെ എൻ്റെ ഒരു മാതിരി നോട്ടം നോക്കിയിട്ട് പോണേ? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ട് കാണില്ല അവൾക്ക്? അങ്ങനെയൊന്നും ഇല്ല മോളെ, അവൾ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ക്ഷീണം കാണും. എപ്പോഴും പിന്നെ അവളെ ന്യായീകരിച്ചല്ലേ വർത്തമാനം പറയും. എന്താടി ജോലി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമാണോ? ചേച്ചി നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്, തീരെ വയ്യാണ്ടായി. തിരക്കുണ്ടായിരുന്നതുകൊണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല. അതിൻ്റെ തലവേദന വേറെ. പിന്നെ ആണെങ്കിൽ ഓടിപ്പറിച്ച് ബസ്സും കയറി തിരക്ക് പിടിച്ചൊരു ബസ്സും. അത് കഴിഞ്ഞ് ബസ് കൂടെ വന്ന് ടൗണിൽ ഇറങ്ങിയപ്പോഴാണ് ഓർത്തെ അച്ഛന് 2 മരുന്ന് കഴിഞ്ഞിട്ടായിരുന്നു, അത് വാങ്ങാൻ നിന്നു. അതിൻ്റെ ഓട്ടോ എല്ലാം കൂടെ വയ്യാണ്ടായി. നീയും കൂടെ പറ ദാരിദ്ര്യം പറച്ചിൽ. അന്ന് കയറിയപ്പോൾ തൊട്ട് തന്നേ തള്ളയും തുടങ്ങിയതാണ്. കുറേ അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്. കേട്ടോ അമ്മ ചേച്ചി പറയണേ? ഇതൊന്നും ദാരിദ്ര്യമല്ലേ ചേച്ചി, ഇവിടുത്തെ അവസ്ഥയാണ്. ചേച്ചിക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത് മൊത്തം എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ.
പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ജോലിയൊന്നുമില്ലല്ലോ. ഞാൻ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ചിലവിലാണ് ജീവിക്കണത്. പിന്നെ ഞാൻ വേണമെങ്കിൽ ചേട്ടനടുത്ത് പറയാം, എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേ, ചേട്ടാ എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ല, ഇവിടേക്ക് എന്തെങ്കിലും തരണമെന്ന്. മതിയോ? മോളെ അങ്ങനെയൊന്നും അവൾ ഉദ്ദേശിച്ചില്ല. ഓ, അമ്മ പിന്നെ അവളെ ന്യായീകരിച്ചല്ലേ സംസാരിക്കൂ. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും സാമ്പത്തിക ശേഷി വെച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ ചേച്ചി നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ജോലി കിട്ടേണ്ട അതേ ക്വാളിഫിക്കേഷൻ ചേച്ചിക്കുണ്ട്. പക്ഷെ ചേച്ചി ജോലിക്ക് പോകട്ടോ. കല്യാണം കഴിഞ്ഞ പിന്നെ കെട്ടിയവൻ്റെ വീട്ടിലങ്ങ് സുഖവാസമാണല്ലോ. ചേച്ചി ജോലിക്ക് വരുന്നെങ്കിൽ അച്ഛനെ അമ്മേനെ എന്തെങ്കിലും സഹായിച്ചുകൂടായിരുന്നോ? ഓ, ഇനി ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് കൂടെ തിന്നായിരിക്കും തന്തേം തള്ളയൊക്കെ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അമ്മ ഇതെന്താ ഇങ്ങനെ? എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അനിയത്തിയും അമ്മയും കൂടെ കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. അച്ഛൻ്റെ കൂടെ മുന്നിൽ വെച്ച് പറയണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പറയണ വല്ലതും കേട്ടിട്ട് തന്നയ്ക്ക് വല്ലതും പറ്റിപ്പോയാൽ പിന്നെ എന്നെ പറയില്ലേ? അതെന്തായാലും വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തായാലും എനിക്ക് സ്ത്രീധനത്തിൻ്റെ ബാക്കി തരാനുള്ള 4 പവൻ തരാനുള്ള വഴിയില്ലെന്ന് എനിക്കറിയാം. വെറുതെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സ്ഥലവും വീടും അങ്ങോട്ട് വീതം വെക്കാം. എന്നാലും ഞങ്ങൾ 2 പെമ്മക്കളല്ലേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. ഇതെന്തായാലും വീതം വെക്കാം. നീ എന്തേ പറയണ? വീതം വെക്കാനോ? അമ്മയ്ക്ക് ഞാൻ പറയണ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ വീടും ഈ വീടിരിക്കുന്ന സ്ഥലം കൂടി ഒരു 12 സെൻറ്റ് സ്ഥലമില്ലേ, അത് നമുക്ക് 2ആയിട്ട് അങ്ങ് ഭാഗം വയ്ക്കാം. നീ എന്ത് കണ്ടാ സംസാരിക്കണേ? നിന്റെ അനിയത്തിയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് എങ്ങനെയാ? നിന്റെ കല്യാണത്തിൻ്റെ സമയത്ത് അച്ഛൻ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. നിന്റെ കല്യാണം നടത്താൻ എങ്ങനെയെങ്കിലും ഓടിപ്പടച്ചാണെ നടത്താനുള്ള കഴിവുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഈ വീട് ഇവളിൽ ആശ്രയിച്ചായിരിക്കണത്. ഇവളുടെ കല്യാണത്തിന് ഇവള് തന്നെ അധ്വാനിക്കേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലും നല്ലൊരു ആലോചന വന്നാൽ കുറച്ച് സ്ഥലം എന്തെങ്കിലും വിട്ടിട്ട് ഇവളെ കെട്ടിക്കണം. നീ ഇതൊന്നും ഓർക്കാണ്ടാണ് സംസാരിക്കണേ. അമ്മേ, ഇവളുടെ കല്യാണക്കാരിയൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് അവളുടെ ഉത്തരവാദിത്തം. എന്താന്ന് വെച്ചാൽ ചെയ്തു. എനിക്ക് എന്തായാലും വീതം വെക്കണം. വീതം വെച്ച് എത്രയും പെട്ടെന്ന്, അത് ഇത് കുറച്ച് പിന്നത്തെ കാര്യമല്ല പറയണത്, എത്രയും പെട്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്. ചേച്ചി ഇപ്പോഴോ? ചേച്ചി ഇപ്പം പകുതിയായിട്ട് പങ്കിട്ട് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഞാനും പിന്നെ എന്താ ചെയ്യണ്ടേ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് കിട്ടുന്ന ഷെയർ എന്തായാലും ഞാൻ വെക്കും. അപ്പം പിന്നെ ഈ വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമല്ലോ. പകുതിക്ക് മുറിക്കണമല്ലോ. നിന്റെ ഷെയർ നീ വിൽക്കേണ്ടി വരുമല്ലോ എന്തായാലും. അപ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് നീ കല്യാണം കഴിക്ക്. പിന്നെ ഒരു അച്ഛനമ്മേനല്ലേ, അതെവിടെ വല്ല വാടക വീട്ടിലാക്കിയാൽ മതിയടി. എന്നെ എന്തായാലും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇവരെന്തായാലും ഞാൻ നോക്കത്തില്ല. എനിക്കെന്തായാലും അങ്ങനത്തെ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാൻ തീരെ താല്പര്യമില്ല. ചേച്ചി ഇങ്ങനെ ക്രൂരമായിട്ട് സംസാരിക്കല്ലേ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ പോരെ ഇതൊക്കെ? പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ വേണം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതിനൊന്നും സമ്മതമല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ പോലീസും കോടതിയൊക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും. പ്രായം അയക്കാൻ സമയമാണ്. നിൻ്റെ കാര്യം, നിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെടും. വെറുതെ കേസാക്കണ്ട. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇറങ്ങാൻ പോവാം. ഞാൻ എന്നിട്ട് അടുത്ത ആഴ്ച ഒന്നുകൂടെ വരാം. ചേട്ടനെ കൂട്ടിയായിരിക്കും വരുന്നത്. അന്ന് നിങ്ങളിങ്ങനെ മുടക്ക് വർത്താനം പറയുവാണെങ്കിൽ ചേട്ടൻ്റെ വായിലിരിക്കുന്ന കൂടെ നിങ്ങൾ കേൾക്കേണ്ടി വരും. അത്ര തന്നെ. ഞാൻ ഇറങ്ങട്ടെ. അച്ഛനോട് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അതിനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ശരി. അവളെന്താ പോലെ ഇങ്ങനെ? സാരല്ല, ചേച്ചി പറഞ്ഞോട് നമുക്ക് വീതം വയ്ക്കാം. അതാവുമ്പോൾ ചേച്ചിയുടെ ജീവിതമെങ്കിലും സേഫ് ആവുമല്ലോ. പിന്നെ അച്ഛൻ്റെ അമ്മ കാര്യം ഓർത്തൊന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാവും. നിങ്ങളെ ഞാൻ നോക്കും. അത് നിങ്ങൾ വിഷമിക്കുക വേണ്ട. പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ മാതാപിതാക്കളും സഹോദരിയൊന്നും ഇല്ലാണ്ടായി ചേച്ചിക്ക്. പോട്ടെ, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. സാരമില്ല.